എന്താടാ നിന്റെ മുഖത്തിന് ഇത്ര കനം? എന്താ നിന്റെ ഭാര്യ പുതിയ വലിയ പരാതിയും വെച്ച് തന്നോ? ചേച്ചി എന്തിനാ വെറുതെ അവളെ പഴിക്കുന്നത്? അവൾ എന്നോട് ചേച്ചിയെ കുറിച്ച് ഒന്നും പറയാറില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നല്ലത് മാത്രമേ പറയാറുള്ളൂ. ഓ പിന്നെ നല്ലത് മാത്രം പറയുന്ന ഒരു മോള്. നീ ആരോടാടാ ഈ കള്ളം പറയുന്നേ? അവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിക്ക് ഒരു ചുക്കും അറിയില്ല. അറിയെങ്കിലേ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ചേച്ചിക്ക് എന്താ ആ പാവത്തിനോട് ഇത്ര ദേഷ്യം? നീ നിന്റെ പാട് നോക്കി പോയേ. വെറുതെ വല്ലവരും പറയുന്നത് കേട്ടോണ്ട് എന്നോട് വഴക്കിന് വന്നാലുണ്ടല്ലോ. എന്നാര് പറഞ്ഞു? ആരും ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ ചേച്ചി വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാ. അല്ലെങ്കിൽ ഗോമതി ചേച്ചി പറഞ്ഞു നുണകളോ? പിന്നെ ഗോമതി ചേച്ചി പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ. ചേച്ചി എന്തറിഞ്ഞെന്നാ? ഞാനും എൻ്റെ ഭാര്യയും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാണ്ട് പരമാവധി ഒതുങ്ങി ജീവിക്കുക അവിടെ. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിത്തരാം. നീ എങ്ങോട്ട് മാറുന്ന കാര്യം ഈ പറയുന്നേ? നിനക്ക് മാറണമെങ്കിൽ നീ മാറിക്കോ. പക്ഷെ അതിനുവേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. മുത്തശ്ശി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഇപ്പോഴല്ലേ മുത്തശ്ശി പറഞ്ഞ ഇവിടെ എന്തൊക്കെയാ കുഴപ്പമുണ്ടെന്ന്? ഞാൻ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആരെങ്കിലും തുള്ളാൻ തിന്നാലുണ്ടല്ലോ, കാള പോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് ചെവിട് പൊട്ടിച്ച് കളയും ഞാൻ. നിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതേ എന്റെ മനസ്സമാധാനം കളയാനല്ല, എനിക്ക് മനസ്സമാധാനം കിട്ടാനാ. അത് തരാനല്ല നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആദ്യ ആമി തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ശിക്ഷയുടെ കാര്യത്തിലായാലും. ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാക്കി അടിച്ചു പിരിയാനാണെങ്കിൽ അങ്ങനെ. തീരുമാനങ്ങൾ എന്തായാലും പെട്ടെന്ന് അറിയിച്ചോണം. അത് ആങ്ങളെയായാലും പെങ്ങളായാലും. കഴിഞ്ഞതൊക്കെ നീ ഇത്ര വേഗം മറന്നുവല്ലേ? ഭാര്യ എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷെ ഒരു കൂടപ്പിറപ്പിനെ ഒരിക്കലും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല. അത് നീ മറക്കാതിരുന്നാ നല്ലത്. അതെ, അതെ. എന്താണോ തനിക്ക് സങ്കടമായോ? തനിക്കല്ലേ സങ്കടമായത്? അതും ഞാൻ കാരണം? താൻ കാരണമൊന്നുമല്ല. താനല്ല, തൻ്റെ സ്ഥാനത്ത് മറ്റേത് പെണ്ണിനെ ഞാനിവിടെ കെട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നേനെ. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ഒന്നാന്തരം നാത്തുമ്പോൾ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ ഈ ദേഷ്യത്തിൻ്റെ കാരണം എന്താന്ന് പറയില്ലേ? ഇതിപ്പോൾ ഒരു കാര്യമില്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതൊക്കെ കുറ്റാണെന്ന് താൻ കേട്ടിട്ടില്ലേ? അത് തന്നെ അത്. താനൊന്നും കേട്ട് മനസ്സ് നീട്ടാൻ നിൽക്കണ്ട. ഞാൻ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ നിഷ്കളങ്കൻ്റെ കുപ്പായിട്ടുണ്ടെന്നിട്ട് ഒരു കാര്യമില്ല. പ്രതികരിക്കുക, അത് തന്നെയാ. അപ്പോ മുത്തശ്ശി പറഞ്ഞ സത്യമല്ലേ? വഴക്കുണ്ടാക്കാൻ തന്നെയാ ആദ്യയുടെ തീരുമാനം അല്ലേ? പിന്നെ ഇങ്ങോട്ട് കയറി വഴക്കിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ മൂലം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പൂജ, ഞാനിവിടെ തന്റെ ഭാര്യയായിട്ട് എന്നും ഉണ്ടാകണമെന്ന് തനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഇവിടെ ആരോടും താൻ വഴക്കിന് പോകരുത്. താൻ എന്ത് കാണിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കുന്ന ഞാനും കൂടിയാ. മുത്തശ്ശി പോലും ചിലപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കും. ഏയ്, ഒരിക്കലും അതുണ്ടാവില്ല. മുത്തശ്ശിക്ക് അറിയാൻ തന്നെ നന്നായി. എന്നും അത് അങ്ങനെ തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നിവിടെ സംഭവിച്ചത് തന്നെ എന്താ? ഞാൻ ആദ്യോട് പറഞ്ഞതല്ലേ ആമിച്ചോടൊന്നും ചോദിക്കരുതെന്ന്. എന്നിട്ട് താനതനുസരിച്ചോ? എടോ, ഞാൻ അങ്ങോട്ട് കയറി വഴക്കിന് പോയതല്ല.
ചേച്ചി വെറുതെ വഴക്ക് വിലക്ക് വാങ്ങിച്ചതാ. മര്യാദയ്ക്ക് പോയ എന്നെ പിടിച്ചു നിർത്തി ആവശ്യമില്ലാതെ സംസാരിച്ചു. അപ്പൊ താൻ ക്ഷമിച്ച് മിണ്ടാതെ പോണായിരുന്നു. എന്തിനാ? ഈ വീട്ടിൽ എനിക്കും ചേച്ചിക്ക് ഒരേ അധികാരമേ ഉള്ളൂ. അങ്ങനെ വെറുതെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇതുവരെ ഞാൻ ഒരുപാട് ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. എന്റെ ഭാര്യ അംഗീകരിക്കുന്നവർ മാത്രം എന്നെ അംഗീകരിച്ചാൽ മതി. അവളുടെ ശത്രുക്കൾ എന്റെ കൂടിയാ. ഇനി ഇവിടെ ഇതുപോലെ എന്ത് സംഭവിച്ചാലും താൻ എന്നോട് പറയണം. അതല്ല മറ്റാരെങ്കിലും പറഞ്ഞാണ് ഞാൻ അറിയുന്നെങ്കിൽ സത്യമായും പൂജ നമ്മൾ പണങ്ങും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങൾ ചോദിക്കുന്ന കാശ് മുഴുവൻ എണ്ണി തന്നില്ലേ? എന്നിട്ട് അവൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഓരോ ദിവസം കഴിയുന്തോറും അവൾ തഴച്ചു വളർന്നു വരിക. ഇത്രയും കാശ് വല്ല കൊട്ടേഷൻകാർക്കും ഇപ്പൊ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ അവളെ കൊന്നു വല്ല കടലിലും കിട്ടി താഴ്ത്തിയേനെ. ബ്ലഡി ഫൂൾ. എന്നാ പിന്നെ കൊട്ടേഷൻ കൊടുത്താ പോരായിരുന്നോ? എന്നെ എന്തിനാ തേടി വന്നത്? മന്ത്രവാദ ആയുർവേദ മരുന്ന് പോലെയാ. ഫലം കാണാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഫലം കണ്ട അതൊരൊന്നൊന്നര ഫലമായിരിക്കും. ആ ഫലം എന്ന് വരുമെന്നാ സാമ്യമ്മേ ഞങ്ങൾ ചോദിക്കുന്നേ. സാധാരണഗതിയിൽ ഞാൻ ചെയ്ത കഠിന പ്രയോഗങ്ങൾ വെച്ച് നോക്കുമ്പോ അവൾ ശിരസ് പിളർന്ന് അന്തരിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാനും ആലോചിക്കുന്നത്. സംതിങ് ഈസ് റോങ് സംവെയർ. എവിടെയോ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. ആ കുഴപ്പം കണ്ടുപിടിക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാനത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നാ പിന്നെ വേഗം പരിഹാരം ഉണ്ടാക്ക്. അവളുടെ രക്ഷാകവചങ്ങൾ അതിശക്തവും അതിനിഗൂഢവുമാണ്. അതിനെ തകർത്തെറിയണമെങ്കിൽ ഞാൻ നേരിട്ട് കളത്തിലിറങ്ങണം. എന്നാ പിന്നെ എന്താ താമസം? അമ്മ ധൈര്യമായിട്ട് ഇറങ്ങ്. കൂടെ ഞങ്ങളില്ലേ? ആരുണ്ടായിട്ടും കാര്യമില്ല. ഇനിയുള്ള കർമ്മങ്ങൾ നടക്കണമെങ്കിൽ അവളുടെ ഒരു മുടിനാടിട എനിക്ക് വേണം. മുടിനാരോ? തലമുടിയല്ലേ? അതെ.